ശ്രീ പ്രശാന്ത്, ഈ മദ്രസ അപകടകാരിയാണ്. പാകിസ്ഥാൻ തന്നെ പറയുന്നു മദ്രസയുടെ മേൽ നിയന്ത്രണം ഉണ്ടാകണം. പാകിസ്ഥാൻ പറയുമ്പോൾ അതിൻ്റെ തീവ്രത എത്ര കൂടുതലാണെന്നുള്ളത് നമ്മൾ ആലോചിച്ച് എടുക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മേൽ കുതിര കയറുകയല്ല, അവരുടെ മേൽ വാളെടുക്കുകയായിരിക്കും ചെയ്യുന്നത്. പാകിസ്ഥാൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം എല്ലാ പഠനശാലകളും നല്ലത് തന്നെയാണ്. പക്ഷേ ആ പഠനശാലകളെ അതിൻ്റെ മറവിൽ മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ലയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പാകിസ്ഥാൻ ഇത്തരത്തിലൊരു വിചിന്തനം ഉണ്ടായതിൻ്റെ കാര്യം എന്താ? സ്വയം നശിക്കുന്നുവെന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കാണും. ഇതിനകത്ത് പാകിസ്ഥാൻ 2017 ഇത്തരത്തിലൊരു ബില്ല് കൊണ്ടുവന്നതാണ്. അന്ന് ആ ബില്ല് പ്രസിഡന്റ് എനിക്കൊന്ന് തിരിച്ചയച്ചു, നടപ്പായില്ല. ഇപ്പോൾ കഴിഞ്ഞ ഡിസംബറിലാണ് ഇത്തരത്തിലൊരു ബില്ലുമായിട്ട് പാകിസ്ഥാൻ പാർലമെൻറ്റിൽ വന്നിട്ടുണ്ട്. ആ ബില്ലെന്ന് പറഞ്ഞാൽ മദ്രസകൾ ഇനി ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിനനുസൃതമായിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. അതായത് മദ്രസകളിൽ പഠിച്ച് ഇറങ്ങുന്നത് അവരുടെ മതനിയമത്തിൻ്റെ ഒരു രാജ്യമാണല്ലോ പാകിസ്ഥാൻ. അപ്പോൾ അതിനനുസരിച്ചുള്ള നിയമനിർമ്മാണത്തിനകത്തൊക്കെ അവരുടെ താല്പര്യങ്ങളും അതായത് മതസംഘടനയുടെ താല്പര്യങ്ങളും ഒക്കെ ഈ വരുന്ന അല്ലെങ്കിൽ അവരുടെയും കൂടെ താല്പര്യത്തിനനുസരിച്ച് അവിടെ ഓരോ നിയമങ്ങൾ വരുന്നത്. ഇപ്പം ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ട് ജമാഅത്തി ഉലുമ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ഉലുമ കേട്ടിട്ടുണ്ടോ സാർ? അവരാണ് ഈ മദ്രസകളുടെ മൊത്തവും ചാർജ്, അല്ലെങ്കിൽ മദ്രസകളുടെ നടത്തിപ്പുകാർ. മദ്രസകൾ അപ്പോൾ ഇവർ ഈ മദ്രസകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ മതം മാത്രം പഠിപ്പിക്കുന്ന ഒരു രീതി. അതായത് ഇന്നതുപോലെ ഈ മദ്രസകളിൽ പോകുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ ഇവിടെ വെച്ച് കാണുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് അവരെന്തെങ്കിലും ഒന്ന് ഗ്രഹിക്കുകയും അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ കാര്യം അറിയാമല്ലോ, കുറഞ്ഞ പ്രായത്തിൽ ഗ്രഹിക്കുന്നത് അവൻ മരണം വരെ ഉണ്ടാവും. അത് മറന്നു പോകത്തേയില്ല. അത് അവൻ അറിയാതെ തന്നെ അവനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവ രൂപീകരണവും അല്ലെങ്കിൽ അവൻ്റെ പിന്നെ ഉള്ള വളർച്ചയ്ക്കും എല്ലാം കാരണം, അടിസ്ഥാന കാരണം ഇതാണ്. അതുകൊണ്ടാണ് 5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സമയത്ത് അവരെ നമ്മൾ നിർത്തേണ്ടതും അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ വെച്ച് പെരുമാറ്റങ്ങളും ഇതെല്ലാം അവർ ഒബ്സർവ് ചെയ്ത് അവർക്കൊരു പെരുമാറ്റവും അവർക്കൊരു കാര്യങ്ങളുണ്ടാകും. ഈ സമയത്താണ് മദ്രസകൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവിടുന്നത്. അപ്പം അവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത്രയും വലിപ്പത്തിൽ അവർ കാണും, അല്ലെങ്കിൽ അവരത് ഗ്രഹിക്കും. അപ്പം ഈ 2017 വന്ന നിയമത്തിനകത്ത് പറഞ്ഞു നിങ്ങൾ സയൻസ് പഠിപ്പിക്കണം, ടെക്നോളജി പഠിപ്പിക്കണം, അല്ലെങ്കിൽ ലോക വിവരങ്ങൾ പഠിപ്പിക്കണം. ഇതൊന്നും പഠിപ്പിക്കാതെ മതപാഠശാലകൾ പഠനങ്ങൾ, ഈ മതപഠനവും തന്നെ പഠിപ്പിക്കുന്നത് യോഗ്യമായിട്ടുള്ള കാര്യമല്ല പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഖുർആൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളവരും വായിച്ചിട്ടുള്ളവരും ഒക്കെ പറയുന്നത് ഇതിനകത്ത് പറയുന്നതെല്ലാം പരസ്പര സ്നേഹവും അല്ലെങ്കിൽ അയലോക്കത്ത് കിടക്കുന്നവൻ നോമ്പ് സമയത്ത് കഴിച്ചില്ലെങ്കിൽ നീ കഴിക്കുന്നതുകൊണ്ട് കാര്യമില്ലെന്നും അല്ലെങ്കിൽ അവനുണ്ടോന്ന് തിരക്കിയിട്ട് നീ കാര്യങ്ങൾ ചെയ്യണമെന്നും സക്കാത്ത് കൊടുക്കണമെന്നും ബിസിനസ് ചെയ്യുന്നതിൻ്റെ ഇത്ര ശതമാനം പാവത്തുങ്ങൾക്ക് കൊടുക്കണമെന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ അതൊന്നും അല്ല പഠിപ്പിക്കുന്നത്. ഇത് മറ്റു മതങ്ങളെ വെറുക്കാൻ പഠിപ്പിക്കുന്നു. കാഫിർ എന്താണെന്ന് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യം എങ്ങനെയുള്ളതായിരിക്കണമെന്ന് പഠിപ്പിക്കുന്നു. ഇപ്പം ഈ മദ്രസകളുടെ പഠനത്തിന് ശേഷം ഈ പറയുന്ന ജമാഅത്ത് ഉലമയും അല്ലെങ്കിൽ മറ്റുള്ള മതസംഘടനകളുടെയും 10-30,000 മദ്രസകളുണ്ട്. ഈ മദ്രസകളുടെ പഠനത്തിന് ശേഷം ഇപ്പം അവർക്ക് ഏറ്റവും അവസാനം ഗവൺമെൻറ്റുകൾ പഠിക്കുമ്പോൾ എന്താണ് ഇവിടെ ഇത്രയും കൂടുതൽ ആഭ്യന്തര കലഹം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ലോകത്തെവിടെല്ലാം ഈ ഭീകരവാദികൾ പൊട്ടിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം കാറടിച്ച് കയറ്റുന്നു. ഇതിൻ്റെ എല്ലാം വേര് തേടി വരുമ്പോൾ അല്ലെങ്കിൽ ഇവിടുത്തെ പാകിസ്ഥാനിലേക്കാണ് വരുന്നത്. ഇതിൻ്റെ കാരണം തിരക്കിയപ്പോൾ ഇത് തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മദ്രസകളിൽ നിന്ന് പഠിച്ചിട്ടിറങ്ങുന്നു. ഇവർ പഠിക്കുന്ന എന്തോ അള്ളാഹുവിനെ പറ്റി ഇവർ പഠിപ്പിക്കുന്നത്. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് അള്ളാഹു ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ലോകത്ത് ബാക്കിയുള്ള മതങ്ങളെല്ലാം വെറുക്കണം. കാഫിറുകളാണ് ഈ ഇന്ന കാര്യങ്ങൾ ഉള്ളവരെല്ലാം കാഫിറുകളാണ്. അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇവർ നോക്കുമ്പം അതുപോലെ ജനാധിപത്യ സംവിധാനം ഒരിക്കലും നമുക്ക് പറഞ്ഞിട്ടില്ല. അപ്പം നോക്കുമ്പോൾ പാകിസ്ഥാൻ ജനാധിപത്യ രാജ്യമായിട്ട് വരുന്ന ലോകങ്ങൾ മൊത്തം പ്രശ്നം ഇവരുടെ നോട്ടത്തിൽ ഇസ്ലാമിക രാജ്യമല്ല. അപ്പം ഈ രാജ്യം തന്നെ അവൻ്റെ നോട്ടത്തിൽ പിന്നെ ഇവൻ പഠിച്ചിട്ടിറങ്ങി വരുമ്പം ഇല്ല പറയുന്നത് പോലെ പയറ്റ് പഠിപ്പിച്ചിട്ടിറങ്ങി വരുമ്പം അധ്യാപനെ തല്ലുന്ന പോലായി. പയറ്റ് പഠിപ്പിക്കുന്ന ഇവിടെ ആണല്ലോ, അവസാനം ആ രാജ്യത്തിനെതിരെയായി, ആശുപത്രിക്കെതിരെ ബോംബ് വെക്കാൻ തുടങ്ങി. എവിടെ നോക്കിയ അല്ലെങ്കിൽ പാർക്കുകളിൽ ബോംബ് വയ്ക്കാൻ തുടങ്ങി, മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരെ ബോംബ് വയ്ക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ഈ
സംവിധാനത്തിനകത്ത് ബോംബ് വയ്ക്കാൻ തുടങ്ങും. കാരണം അവർ നോക്കുമ്പോൾ അവരുടെ സംവിധാനത്തിനകത്തല്ലല്ലോ സാറേ, അവർ നോക്കുമ്പം അള്ളാഹുവിൻ്റെ രാജ്യം അല്ലല്ലോ ഇത്, ഇസ്ലാമിക രാജ്യമാവുന്ന എങ്ങനെ ജനാധിപത്യ രാജ്യം. അപ്പോൾ ഇത് അപകടമായിട്ട് വന്നു. കാരണം അവരുടെ നാളെ കാലത്തെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ യുവാക്കൾ, എത്രയോ കാലം രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമാണല്ലോ യുവാക്കളും കുഞ്ഞുങ്ങളും ഒക്കെ, ഇത് അവർക്കെതിരായിട്ട് വരുന്നു. അപ്പോൾ ഇത് വളരെ മിലിറ്ററി ഉദ്യോഗസ്ഥന്മാർ പറയുന്നു ഞങ്ങളെ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ അവിടെ കയറി ഇവർ മരിക്കാൻ തയ്യാറില്ലേ സാറേ. ഇപ്പോൾ ചാവേറെന്ന് പറഞ്ഞാൽ വല്ല രക്ഷയുണ്ടോ? സാറിന് ജീവിക്കണമെങ്കിൽ പോരെ കോംപ്രമൈസ്, അവൻ കയറിയെങ്കിൽ പൊട്ടുമല്ലേ, അത് മിലിറ്ററിയുടെ അകത്ത് പൊട്ടുന്നതിനെന്തോ, എവിടെ ആശുപത്രി കയറി പൊട്ടുന്നതിനെന്തോ, പള്ളിയിൽ കയറി പൊട്ടുന്നതിനെന്തോ. മദ്രസകളിൽ പഠിച്ച കുഞ്ഞുങ്ങൾ വീണ്ടും അവൻ കൈപ്പളാകുമ്പോൾ തിരിച്ച് മദ്രസകളിൽ നിന്ന് ബോംബ് പൊട്ടിക്കുക. അപ്പം അതുകൊണ്ടാണ് ഈ നിയമം വീണ്ടും 2017 ഇവർ എതിർപ്പിന് ഇപ്പോൾ ഈ നിയമം കൊണ്ടുവന്നു. ഇതിനകത്ത് ഈ പറഞ്ഞതിനകത്ത് വ്യത്യാസം വരുത്തി. എന്തോന്നറിയോ, ഈ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഈ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ അതിനകത്ത് വ്യത്യാസം വരുത്തിയിട്ട് ഇപ്പോൾ പറഞ്ഞേക്കുന്ന പാകിസ്ഥാൻ ഗവൺമെൻറ് തീരുമാനിക്കുന്ന രീതിയിലുള്ള സിലബസ് ആയിരിക്കണം. അതായത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിക്കുന്ന രീതിയിലുള്ള സിലബസ് ആയിരിക്കണം. അതിനകത്ത് ഈ പറയുന്ന ലോകത്തെ ഇപ്പോഴത്തെ കാര്യങ്ങളെപ്പറ്റി ഉണ്ടാവണം, പുരോഗതിയെപ്പറ്റി എല്ലാം വരുമല്ലോ. അപ്പോൾ അല്ലെങ്കിൽ എല്ലാം എങ്ങനെയായിരിക്കണം നമ്മൾ. അതുപോലെ കാഫിർ എന്ന് പറയുന്ന വേട് യാതൊരു കാരണവശാലും മദ്രസകളിൽ പഠിപ്പിക്കാൻ പാടില്ല. മറ്റ് മതങ്ങളെ നിന്ദിക്കുന്ന രീതിയിലുള്ള മതപാഠനങ്ങൾ പാടില്ല. ഇപ്പോൾ ഇത്തരത്തിൽ അതായത് ഒരു ഗവൺമെൻറ് അതുപോലെ ഇതിനകത്ത് സയൻസ് വേണം, ടെക്നോളജി വേണം, ഈ പറയുന്ന എന്ന് വെച്ചാൽ ആർട്സ് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തണം. അപ്പം ഒരു മദ്രസ പഠനം എന്ന് ഉദ്ദേശിക്കുന്നത് മതപഠനത്തോടൊപ്പം തന്നെ ഈ ലോകക്രമം എങ്ങോട്ടാണ് പോകുന്നത്, ആ ലോകക്രമത്തിൽ നമ്മുടെ രാജ്യം എങ്ങനെയാണ് നിൽക്കുന്നത്, ഈ ലോകത്തിൻ്റെ വളർച്ച എങ്ങനെയാണ്, നമ്മളുടെ പുരോഗതി ഏതെല്ലാം രീതിയിൽ നമ്മൾ നയിച്ചാൽ മുന്നോട്ട് പോകും. അതായത് സാധാരണ വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടുന്ന അതേ പഠനം തന്നെ മതപഠനത്തോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്ന രീതിയിലുള്ള സിലബസ് ഗവൺമെൻറ് കൊടുത്ത് പോകുന്ന മദ്രസ പഠനം മതി പാകിസ്ഥാനിലും തീരുമാനിക്കുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനത്തെ മദ്രസകൾക്ക് മാത്രമേ ഇനി ആനുകൂല്യങ്ങൾ ഉണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ 10-30,000 മദ്രസകൾ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ കൂടുതൽ ഇതെല്ലാം പലതരത്തിലുള്ള സർക്കാർ ആനുകൂല്യങ്ങളും പറ്റുന്നു. എല്ലാത്തിനും ആനുകൂല്യമുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ മേടിച്ചുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇനിയും ഗ്രാൻറ്റുകൾ ലഭിക്കണമെങ്കിൽ, ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ ഈ സിലബസ് അല്ലെങ്കിൽ അത് നോക്കാൻ അതങ്ങനെയാണോ നടക്കുന്നതെന്ന് അറിയാൻ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി പോകും. ഇത് തന്നെ. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം കേരളത്തിൽ ഇതുപോലെ മദ്രസകൾ ധാരാളമില്ലേ, അല്ലെങ്കിൽ ഇന്ത്യയിലും ഉണ്ടല്ലോ, അതിലും ഈ പറഞ്ഞതുപോലെ നിയന്ത്രണം ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണം ഉണ്ടാവണമെന്ന് പറയുമ്പോൾ കേരളത്തിലെ മദ്രസകളിൽ സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ ഈ കോഴിക്കോട്, മലപ്പുറം അവിടെയുള്ള സ്ഥലങ്ങളിൽ സാർ ശ്രദ്ധിച്ചാൽ മതി, ഈ മദ്രസയിൽ പിള്ളേരെ വിടുന്നുള്ളൂ. നമ്മുടെ ഭാഗത്ത് ഞങ്ങളുടെ അവിടെയൊക്കെ ഞാൻ ശ്രദ്ധിക്കുമ്പം എൻ്റെ കൂട്ടുകാർ ഒത്തിരി പേര് മുസ്ലിങ്ങളുണ്ട്, അവർ പിള്ളേരെയൊന്നും വിടത്തില്ല. കാരണം വിടത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ മുസ്ലിങ്ങൾ പറയുക സാറ് ഇവരെ മൊത്തം അവർ പറയുന്ന ഇവന്മാരെ ഈ പിള്ളേരെയൊക്കെ ഉപദ്രവിക്കുമെന്ന് ആവശ്യമില്ലാതെ, പിള്ളേരുടെ സ്നേഹമില്ല. അതുകൊണ്ട് പിള്ളേരെയൊക്കെ വളരെ കെയറിങ് ആയിട്ട് അവർ പിള്ളേരെ സ്കൂളിൽ വിടും, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നിസ്കരിക്കാനും മറ്റെങ്കിലും കാര്യങ്ങൾ പഠിപ്പിക്കും. അല്ലാതെ ആവശ്യമില്ലാതെ ചില ഈ പറയുന്ന രീതിയിലേക്ക് പിള്ളേരെ വല്ലവൻ്റെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ മതത്തിന്റെ പേരിലായാലും എന്തിന്റെ പേരിലായാലും അവനെ അടിമയാക്കാൻ ചെയ്യുന്നതിലൊന്നും വിട്ടുകൊടുക്കുന്ന ഞങ്ങളുടെ പള്ളികളിൽ നമ്മുടെ ഒരു പൊതുവിദ്യാഭ്യാസത്തിന്റെ രീതിയൊന്നും അല്ലല്ലോ മദ്രസയ്ക്കുള്ളത്. അതുകൊണ്ടാണ് യോഗി ഇതിനകത്ത് ഇടപെട്ടത്. യോഗി ഇടപെട്ടെന്ന് പറയാം കേരളത്തിന്റെ രീതിയല്ല. കേരളത്തിൽ ഈ പറഞ്ഞ പോലെ ചില രീതികളുണ്ട്. വടക്കോട്ട് എനിക്ക് മലപ്പുറം സൈഡിലെ രീതികളെ പറ്റി അറിയത്തില്ല. ഏതായാലും കേരളത്തിലെ മദ്രസകളിൽ ഇപ്പം നമ്മൾ പലയിടത്തും ചോദിച്ചാൽ അവൻ്റെ ഇഷ്ടത്തിനൊന്നും പിള്ളേരെ ഒന്നും വിട്ടുകൊടുക്കുന്ന മുസ്ലിങ്ങളൊന്നും അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ പൊതു കാര്യങ്ങൾ അറിയണം, താല്പര്യങ്ങൾ അറിയണം മനുഷ്യനെ, അല്ലാതെ വല്ലവൻ്റെ അടിമ എനിക്കറിയാം. എൻ്റെ കൂട്ടുകാരെ ഇവിടെ ഒന്ന് വിട്ടുകൊടുക്കും. പെൺകുഞ്ഞുങ്ങളെയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അവർ വല്ലവനും പീഡിപ്പിക്കാനും അല്ലെങ്കിൽ വല്ലവനും ഇഷ്ടമുള്ള ചൂരിലുകൊണ്ടടിക്കാനും അങ്ങനത്തെ രീതിയിൽ ഉത്താതായാലും ആരായാലും അവർ വിട്ടുകൊടുക്കും. അപ്പം ഈ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ അങ്ങനല്ല. നമ്മുടെ ഈ യു പിയിലൊക്കെ ഉണ്ടല്ലോ, യു പിയിലൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യം ഇപ്പം ഈ പാകിസ്ഥാൻ പറഞ്ഞില്ലേ മതപഠനം, ആ മതപഠനമാണ് നടക്കുന്നത് സാർ. അതിൻ്റെ അറിയണമെങ്കിൽ ഒരു പ്രാവശ്യം ഒരു ചാനൽ ഇൻ്റർവ്യൂ നടത്തി മദ്രസകളിൽ നിന്ന് ഇറങ്ങി വരുന്ന യു പിയിലെ പിള്ളേരെ, അല്ലെങ്കിൽ അല്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഇറങ്ങി മദ്രസയിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് യു പി, നിങ്ങളുടെ നാട് ഏതാ, ഇന്ത്യ എന്ന് പറയാൻ ആ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല, അവരെ പഠിപ്പിച്ചിട്ടില്ല.
ബാക്കിയുള്ള നമ്മുടെ ജനറലായിട്ടുള്ള ഒരു കാര്യങ്ങളും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, സയൻസിനെ സംബന്ധിച്ചിടത്തോളം, ടെക്നോളജിയെ സംബന്ധിച്ചിടത്തോളം, ആർട്സിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല. അവരെ കൃത്യമായിട്ടൊരു മതബോംബായിട്ട് വളർത്തിയെടുക്കുക. അതാ യോഗി പറഞ്ഞത്, നിങ്ങൾ മതപാഠശാലകൾ നടത്തിക്കോ. അതിനകത്ത് ഞങ്ങൾ പറയുന്ന സിലബസ് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ സയൻസ്, ടെക്നോളജി, ആർട്ട്, ഇവിടെ ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ്സ്, ലോകക്രമം ഇതിനെപ്പറ്റി പഠിപ്പിക്കണം. അതുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞത് അത് ആവശ്യമായ കാര്യമാണെന്ന്. അല്ലാതെ മദ്രസകൾ നിർത്തണമെന്നല്ല പറഞ്ഞത്. മദ്രസകൾ ഒരു പിള്ളേരെ വാർത്തെടുക്കുമ്പോൾ ആ പിള്ളേരെ ലോകത്തിന് കൊള്ളില്ലാത്തതായിട്ടാണ് വാർത്തെടുക്കേണ്ടത്. ഇന്ത്യയിലെ 20 കോടി ജനമല്ലേ മുസ്ലിങ്ങൾ. ഈ 20 കോടി ജനവും ഇന്ത്യയുടെ ജനമാണ് സാർ. അത് ഇവർ വലിയ ന്യായം പറയുമ്പം അങ്ങോട്ട് മാറിയിരിക്കുമ്പോൾ ഒരു ഭരണാധികാരി നോക്കുമ്പോൾ, നരേന്ദ്രമോദി നോക്കുമ്പോൾ, യു പിയിലെ യോഗി നോക്കുമ്പം അവിടെ 4-5 കോടി മുസ്ലിം ഉണ്ട്. അവിടെ അസറ്റാത്. ആ പിള്ളേരെ, സ്ത്രീകളായാലും കുഞ്ഞുങ്ങളായാലും ആ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് അവൻ്റെ മാൻപവർ രാജ്യത്തിന് ഉപയോഗിച്ചാൽ രാജ്യത്തിനില്ല എൻ്റെ ഗുണം. ഇതിന് പകരം അതിനെ ബോംബാക്കി വിട്ടാലെന്ത് ചെയ്യും? അല്ലെങ്കിൽ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ഇവിടുന്ന് ഇതുപോലുള്ള. അതുകൊണ്ടാണ് യോഗി എന്ന് പറഞ്ഞത്. യോഗിനകത്ത് കൃത്യമായിട്ട് ഞങ്ങൾ ഗ്രാൻഡ് അല്ലെ തരാം. ഇതിനകത്ത് പഠിപ്പിക്കുന്നത് എന്തുവാണെന്ന് അറിയാം. പോട്ടെ, മുസ്ലിമിൻ്റെ മാന്യമായ മതപഠനം നടക്കട്ടെ. മതപഠനത്തിൻ്റെ കൂടെ അവനും സയൻസും ടെക്നോളജിയും ലോകപരമൊക്കെ അറിയണ്ടേ. അവന് ഈ ലോകത്തിൻ്റെ ഭാഗമാകണ്ടേ. അവന് ഈ ലോകത്ത് നല്ല ജോലി ചെയ്ത് ജീവിക്കണ്ടേ. ആ ലോകത്ത് നല്ല വ്യക്തിത്വമായിട്ട് ജീവിക്കണ്ടേ. അവന് ലോകത്ത് ഇന്ത്യയിൽ നിന്ന് വേറെ എവിടെയെങ്കിലും ചെന്നാൽ ഇന്ത്യക്കാരനായിട്ട് വരുമ്പം അവൻ ഇന്ത്യക്കാരൻ എന്ന് പറയുന്ന ഒരു അംഗീകാരം അവന് വേണ്ടേ. അവനെ കിട്ടുമ്പോൾ ഇപ്പോൾ ലോകത്ത് എവിടെ ചെന്നാലും ഇന്ത്യക്കാരന് ഭയങ്കര അംഗീകാരമുണ്ട്. ഒരു ബോധമില്ലാത്തവനായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഇന്ത്യക്കാരനോട് പോകും. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ അതിന് നമ്മുടെ മിനി പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇവിടെ അതിനെല്ലാം എതിരാ. യോഗി നിർത്താൻ പോയി, നരേന്ദ്രമോദി നിർത്താൻ പോയി. ഇങ്ങനൊന്നും അല്ല. ഇതാ പറഞ്ഞത്. നമ്മൾ ഇവിടെ പറഞ്ഞതും യോഗി പറഞ്ഞതും ഇന്ന് പാകിസ്ഥാൻ പറയുന്നത് ഒന്നാ. അല്ല, ഇത്തരത്തിലുള്ള തീവ്രമായിട്ടുള്ള നിലപാടിൽ നിൽക്കുന്ന മദ്രസകൾ ഉള്ളത് കൊണ്ട് തന്നെ കേരളം ഒരു മിനി പാകിസ്ഥാനായി മാറുകയാണ് ചെയ്യുന്നത്. ഇതേ അവസരത്തിൽ തന്നെ നമ്മുടെ കേരളത്തിലെ ഹൈന്ദവ ആരാധനാലയങ്ങളിൽ ഈ ഗീതാ ക്ലാസ്സുകളുണ്ട് അല്ലേ? ചിലയിടങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെ ചിലരൊക്കെ വലിയ പരിഹാസ രൂപേണയാണ് കാണുന്നത്. അല്ല, അവരെ കൊണ്ടുവന്ന് ആ ഗീതാ ക്ലാസ്സിലും ഇരുത്തിയാൽ മതി. അതെ. അല്ല, അതിനകത്തോടെ കിട്ടുന്ന ഡെപ്ത് എന്ന് പറയുന്നത് വളരെ. നമ്മൾ മുമ്പ് ഒരാളുടെ പേര് പറഞ്ഞല്ലോ, നമ്മുടെ രാഷ്ട്രപതിയുടെ അബ്ദുൽ കലാം ചോദിച്ചാൽ മതിയായിരുന്നല്ലോ ഗീത എന്തുവാന്ന്. ഈ ഇവരീ പറയുമ്പം ഏതെങ്കിലും ഒരു അമ്പലത്തിലോ പള്ളിയിലെ കാര്യം എനിക്കറിയത്തില്ല. ഞാൻ ഈ ഗീത ക്ലാസ്സിലൊന്നും വലുതായിട്ട് പോയിട്ടുള്ള ആളൊന്നും. പക്ഷെ ഞാൻ പലവട്ടങ്ങളും പലരെ കൊണ്ട് കാണിക്കണം വെച്ചിട്ട് അവിടെ ഈ പഠിപ്പിക്കുന്നതിനകത്ത് ഒരു മതത്തിൻ്റെ ഈ ഗീതയിൽ എന്തോ പറയുന്നതെന്നേ പഠിപ്പിക്കുന്നുള്ളല്ലോ. അല്ലെങ്കിൽ വേറൊരു മതത്തെ വെറുക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ വേറൊരാളെ മോശമായിട്ട് കാണാൻ വേണ്ടിയോ പഠിപ്പിക്കുന്നുണ്ടോ? അല്ല, നമ്മൾ ഈ അതേ രീതിയിൽ ഇവരും ചെയ്താൽ മതി. നല്ല മുസ്ലിങ്ങൾ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. അവരുടെ കൂട്ട് ഭയങ്കര സ്നേഹമാണ് സാറേ. കാരണം ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു സത്യമായിട്ട്. നമ്മുടെ കുറേ കൂട്ടുകാർ മുസ്ലിങ്ങളൊക്കെ ഉണ്ട്. ഇവന്മാരെ നമ്മളെ കൊണ്ട് എവിടെയും കൊണ്ട് നമ്മളെ തീറ്റിച്ച് കൊല്ലിക്കും. പള്ളി കൊണ്ട് പറഞ്ഞിട്ട് അവിടെ നമ്മുടെ ഈ നോയമ്പ് സമയത്തൊക്കെ എന്നെ പള്ളി കൊണ്ടുപോകും. അല്ലെങ്കിൽ എവിടെയും വരുമ്പോൾ അവർ പറയും അവിടെ നിന്നാൽ അവരറിയുന്നില്ല. ഇവരുടെ കൂടെ നമ്മൾ മുസ്ലിമാണെന്നല്ലോ. ഭയങ്കര താല്പര്യമാണ്. പിന്നെ ഇതല്ലാതെ ഈ മതബോംബായിട്ടുള്ളവനാണെങ്കിൽ നമ്മളോടൊന്നും മിണ്ടത്തുമില്ല, സംസാരിക്കത്തില്ല. ഇവരോട് തന്നെ മിണ്ടത്തില്ല. എവിടെയെങ്കിലും പോയി മാറി ഇങ്ങനെ ഒരൊറ്റപ്പെട്ട രീതിയിൽ ഇങ്ങനെ നിൽക്കും. ഇവനെ കാണുമ്പോഴേ അറിയാം ഈ കൂടുതൽ അല്ലെങ്കിൽ ഈ മതബോംബായിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ഒന്നും ഭാഗം ഇതൊക്കെ ഒരു 10%, 5%ആണ് ഈ ഉള്ളത്. ബാക്കിയുള്ളവരെ ആ രീതിയിലേക്ക് ഉരുത്തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. കാരണം ഇവന്മാരുടെ സ്വഭാവം അനുസരിച്ച് ബാക്കിയുള്ളവരെ അതേ രീതിയിൽ ആൾക്കാർ കാണും. അപ്പം ആ ഒരു മനോവിഷമത്തിൽ അവനും ഇവരുടെ ഭാഗമാവും. ഇത് വലിയ തന്ത്രമാണ് സാർ. ഇപ്പോൾ ഇവിടുന്ന് ഒരു മുസ്ലിം പയ്യൻ പോവുക യൂറോപ്യൻ കൺട്രീസിൽ പോയപ്പോൾ അവനെ അഴിച്ചു നിർത്തി പരിശോധിക്കുമ്പോൾ അവന് മനസ്സായിട്ട് ഞാൻ എന്ത് മാന്യമായിട്ട് എൻ്റെ രാജ്യത്തെ സ്നേഹിച്ച് ഞാൻ എൻ്റെ മതം അനുസരിച്ച് ഏറ്റവും നല്ല വ്യക്തിത്വമായിട്ട് ജീവിക്കുന്നു, എന്നെ ഇതേ രീതി ട്രീറ്റ് ചെയ്യുന്നില്ല. അവൻ ഉടനെ ആ മറ്റവന്മാർ ചെയ്തിയുടെ ഫലമായിട്ട് ആ രാജ്യം നിവർത്തികേട് കൊണ്ടാണെന്ന് ചിന്തിക്കത്തില്ല. ഇവനപ്പം മറ്റവരുടെ ഭാഗം ഈ തീവ്ര നിലപാടുള്ളവരുടെ സ്വഭാവം ഇത് തന്നെ. ഓട്ടോമാറ്റിക്കലി മറ്റവനെയും കൂടെ അവരിലേക്ക് വലിച്ചഴിക്കും. പിശാചി പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറയത്തില്ലേ, അങ്ങനെ മുസ്ലിങ്ങൾ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതിനകത്തുനിന്ന് ഈ പിള്ളേരെ വാർത്തെടുക്കുക. ഇവന്മാർക്ക് മതരാജ്യം ഉണ്ടാക്കണം. മതരാജ്യം ഉണ്ടാക്കുന്നതിൻ്റെ നേതാക്കന്മാരാണെന്നല്ലേ ഈ സ്കൂൾ നടത്തുന്നത്. എന്നിട്ട് ആ പിള്ളേരെ മിസ്ഗൈഡ് ചെയ്തിട്ട് ലോകത്തുള്ള മുസ്ലിങ്ങളെ, ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ മൊത്തം ഇല്ലായ്മ ചെയ്യുക. ഇതാണ് ഈ സംഭവിക്കുന്നത്. ഇപ്പോൾ യു പിയിലൊക്കെ മാറി. കഴിഞ്ഞ ദിവസം നമ്മുടെ ടോക്കിനകത്ത് തന്നെ ഒരു സ്ത്രീ പറഞ്ഞു കേട്ടില്ലേ, യു പിയിലെ മുസ്ലിങ്ങളൊക്കെ പറയുന്ന പെൺകുട്ടികളൊക്കെ പറയുന്നത് ഞങ്ങളുടെ വിദ്യാഭ്യാസം, ഞങ്ങളുടെ ഡെവലപ്മെൻറ്റ്സ് എല്ലാം യോഗി ഞങ്ങൾക്ക് ദൈവമാണ്. ഇത് പറയും. ഇത് അവർക്ക് രുചിച്ചറിഞ്ഞിട്ടും പുള്ളി എന്താണെന്ന് അറിഞ്ഞിട്ടില്ലേ പറയാൻ പറ്റേ. എന്താ വെച്ചാൽ സ്വതന്ത്രമായിട്ട് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. മറ്റേമാരുടെ കയ്യിൽ ഇത് പറയിക്കണ്ടല്ലോ. യോഗി ഉണ്ടോ കാമ്പിയൊക്കെ കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ടോ, ഏറ്റവും വലിയ കുഴപ്പക്കാരനാകട്ടോ, അവൻ നമ്മളെ കൊന്നു തിന്നുവാനെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടോ, അടുത്തോട്ട് വിടായിരുന്നാൽ മതിയല്ലോ. ഇതായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് മാറ്റം വരാൻ പോവുകയാണ്. മാതൃകയാക്കട്ടെ മിനി പാകിസ്ഥാൻ എന്ന പലവട്ടം വിളികേട്ട കേരളവും അല്ലെങ്കിൽ ഇന്ത്യയിലെ പല ഭാഗത്തും പാകിസ്ഥാൻ പോലും തിരുത്താൻ തയ്യാറാവുന്നു. ഇന്ത്യയും ആ വഴിക്ക് വരട്ടെ.